നമ്മളിത് പഠിക്കാൻ പോകുന്നത് സോഷ്യോളജിയിലെ 16ാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്ന് ഫസ്റ്റ് നോക്കാം. അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ്. ഡിഫൈൻ ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്? ഡിസ്ക്രൈബ് ദ സെൻട്രൽ ഐഡിയാസ് ഇൻ സ്ട്രാറ്റിഫിക്കേഷൻ. സ്ട്രാറ്റിഫിക്കേഷൻ്റെ സെൻട്രൽ ഐഡിയ എന്താണ്? എക്സ്പ്ലെയിൻ വാട്ട് ഈസ് സ്റ്റാറ്റസ് ആൻഡ് ഇറ്റ്സ് ടൈപ്പ്. എന്താണ് സ്റ്റാറ്റസ് എന്നും അതിൻ്റെ ടൈപ്സ് എന്താണെന്നും പഠിക്കുന്നു. ഡിസ്ക്രൈബ് കാസ്റ്റ് സിസ്റ്റം. എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്ന് നോക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസസ് ആൻഡ് ഇനീക്വാളിറ്റീസ്. എന്താണ് ഡിഫറൻസസ്, എന്താണ് ഇനീക്വാളിറ്റീസ്? ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ഈസ് എ യൂണിവേഴ്സൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതായത് ഒരു സിംഗിൾ വ്യക്തിയും ഒരു ഗ്രൂപ്പും തമ്മിൽ എപ്പോഴും വ്യത്യാസങ്ങളുണ്ടാകും. അത് സ്വാഭാവികമായ ഒന്നാണ്. ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ദാറ്റ് വൺ ഗ്രൂപ്പ് ഓർ ഇൻഡിവിജ്വൽ ഈസ് സുപ്പീരിയർ ടു അതർ. ഇതിൻ്റെ അർത്ഥം ഒരിക്കലും എന്തല്ല, ഒരു ഗ്രൂപ്പോ ഒരു വ്യക്തിയോ മറ്റൊന്നിനേക്കാൾ മുകളിലാണ് എന്നല്ല. ഓർ ഇറ്റ് എൻജോയ്സ് മോർ പ്രിവിലേജസ് ദാൻ അതർ. ഇൻ അതർ വേർഡ്സ്, ഡിഫറൻസസ് ഡസ് നോട്ട് ഇംപ്ലൈ റാങ്കിങ് ഓർ ഇനീക്വാളിറ്റി. ഇറ്റ് ഓൺലി ഷോസ് ദ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ്. അതായത് ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്കിങ്ങും അല്ല ഇനീക്വാളിറ്റിയുമല്ല. ഇത് കാണിച്ചു തരുന്നത് എന്താണ്? കുറച്ച് വ്യത്യസ്തതകളുണ്ട് എന്നത് മാത്രമാണ്. ഓക്കെ, ബൈ ഡിഫറൻസസ് വി മീൻ ദ എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൻ ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദ ഒബ്ജക്ട്സ് ഓർ യൂണിറ്റ് അണ്ടർ കൺസിഡറേഷൻ. നമുക്ക് പറയാം, നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ഒബ്ജക്റ്റുകൾക്ക് ചില സാമ്യങ്ങളുണ്ട്, ചില വ്യത്യാസങ്ങളുണ്ട്. അതിനെയാണ് ഡിഫറൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? ബൈ ഇനീക്വാളിറ്റി വി ഇംപ്ലൈ എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രിവിലേജസ് ആൻഡ് റിസോഴ്സസ് ആസ് എ കോൺസിക്വൻസ് ഓഫ് വിച്ച് സം ആർ മോർ പ്രിവിലേജ്ഡ് ഓർ ബെറ്റർ പ്ലേസ്ഡ് ദാൻ അതേഴ്സ്. ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, അതിൽ ചില ആളുകൾക്ക് ചില പ്രിവിലേജ് നൽകുന്നു, ചില ആളുകൾക്ക് ചില റിസോഴ്സസ് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറയുന്നു. അവിടെ ഒരു സിസ്റ്റം, അതായത് ബെറ്റർ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പം ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അവസര സമത്വം അല്ലെങ്കിൽ തുല്യതയില്ലാത്തൊരവസ്ഥയാണ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിലനിൽക്കുന്ന ഒരു കണ്ടീഷനിൽ അത്ര ഇനീക്വാളിറ്റി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി നമുക്ക് നോക്കാം ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്? ദ കൺസെപ്റ്റ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1940s. 1940കളിലാണ് ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത്. ദ ടേം സ്ട്രാറ്റിഫിക്കേഷൻ വാസ് ബോറോഡ് ഫ്രം ദ എർത്ത് സയൻസ്, ദ സയൻസ് ഓഫ് ജിയോളജി. ഈ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ കടമെടുത്തിട്ടുള്ളൊരു ടേമാണ്. എന്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ദ എർത്ത് സയൻസ് അഥവാ ജിയോളജിയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ളൊരു ടേമാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. The earth scientist says that the earth is made up of a number of layers. എർത്ത് സയൻറ്റിസ്റ്റുകൾ പറയുന്നത് എന്താണ്? ഭൂമി എന്ന് പറയുന്നത് ഒരു നമ്പർ ഓഫ് ലെയേഴ്സ് ആണ്, അതായത് ആയിട്ട് അടുക്കി വെച്ചിരിക്കുന്ന ഒന്നാണ് ഭൂമി എന്നാണ് ജിയോളജിസ്റ്റുകൾ പറയുന്നത്. ഈച്ച് ഓഫ് ദ ലെയേഴ്സ് ഹാസ് ഇറ്റ്സ് ഓൺ കോമ്പോസിഷൻ ആൻഡ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ അതർ. ഇൻ ടെക്നിക്കൽ ടേംസ് ഈച്ച് ലെയർ ഈസ് നോൺ ആസ് സ്ട്രാറ്റം, ദ പ്ലൂറൽ ഫോം ഓഫ് which is strata, and the system of composition of the earth is called stratification. അപ്പം സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇങ്ങനെ പാളിയായിട്ട് അടുക്കി വെക്കുക എന്നാണ് സ്ട്രാറ്റിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം ആണ് സ്ട്രാറ്റ എന്ന് പറയുന്നത്. അതായത് സ്ട്രാറ്റം എന്താണ്? പ്ലൂറൽ ഫോം ഓഫ് സ്ട്രാറ്റ വിച്ച് ഈസ് സ്ട്രാറ്റ. അപ്പോൾ എന്താണ് ഈ സ്ട്രാറ്റം എന്ന് പറയുന്നതിൽ നിന്നാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത്. സ്ട്രാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെയേഴ്സ്. അപ്പം അത് ഒരു ടെക്നിക്കൽ ടേം ആണ്, അതിൽ നിന്നുമാണ് സ്ട്രാറ്റിഫിക്കേഷൻ വന്നിട്ടുള്ളത്. സിമിലർ ടു ദ എർത്ത് ഓഫ് സ്ട്രക്ചർ ഓഫ് ദി എർത്ത്, sociologists also think that human society is divided into layers, one placed upon the other. Social stratification therefore may be defined as the division of society into strata. ഇവിടെ ജിയോളജിസ്റ്റുകൾ പറയുന്നത് പോലെ തന്നെ സോഷ്യോളജിസ്റ്റുകൾ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സൊസൈറ്റിയെ ഇതേപോലുള്ള ലെയറുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് സൊസൈറ്റിക്കും ഓരോരോ സ്ട്രാറ്റയുണ്ടെന്നും അതിനെയാണ് സോഷ്യോളജിസ്റ്റുകൾ അങ്ങനെയാണ്
ഭൂമിയെ പോലത്തെ സൊസൈറ്റീനെയും സ്ട്രാറ്റകൾ അതായത് ലെയറുകളായി തിരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ ഇവിടെയുള്ളൊരു വ്യത്യാസം എന്താണ്? ബട്ട് ദർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ ജിയോളജിക്കൽ ആൻഡ് ദ സോഷ്യോളജിക്കൽ യൂസ് ഓഫ് ദ ടേം സ്ട്രാറ്റിഫിക്കേഷൻ. ഫോർ ജിയോളജിസ്റ്റ് ഓൾ ദി സ്ട്രാറ്റാസ് ദാറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് ഈച്ച് ആർ ഈക്വൽ വാല്യൂ. അതായത് ജിയോളജിസ്റ്റുകൾ പറയുന്നത് ഭൂമിക്ക് അഥവാ ഭൂമിയുടെ ഓരോ ലെയറിനും തുല്യ പ്രാധാന്യമാണ് ഉള്ളത്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരുമ്പം എങ്ങനെയാണ്? ബൈ കമ്പാരിസൺ ഇൻ ഹ്യൂമൻ സൊസൈറ്റി there is an unequal distribution of privileges across the strata. In other words, the layers of the society are ranked. Those occupy higher positions more occupy lower position. നമുക്ക് പറയാം നമ്മുടെ സൊസൈറ്റിയിലേക്ക് വരുമ്പം നമ്മളെ എർത്തിനെ സംബന്ധിച്ച് ഓരോ ലെയറിനും തുല്യ പ്രാധാന്യമാണുള്ളത്. ഒരു ലെയർ ഇല്ല എങ്കിൽ അതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് മറ്റൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. മറ്റൊരു ലെയർ അവിടെ ഇല്ല. ഓരോ ലെയറിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ഹ്യൂമൻ സൊസൈറ്റിയിലേക്ക് വരുമ്പം ഇവിടെ ഒരു അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രിവിലേജസ് ആണുള്ളത്. അതായത് ചില വ്യക്തികൾക്ക് ഹയർ പൊസിഷൻ ഹയർ റാങ്കിങ്, ചില വ്യക്തികൾക്ക് ലോവർ പൊസിഷൻ ലോവർ റാങ്കിങ്. ഇതാണ് എന്താണ് നമ്മുടെ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ടേം. ഓക്കെ, അതായത് പാളിയാക്കുക, നമ്മുടെ സമൂഹത്തിനെ റാങ്കിങ് നടത്തുക, ഒരു റാങ്ക് അനുസരിച്ച് വിഭജിക്കുക. അതാണ് സ്ട്രാറ്റിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം അടുത്ത ഡെഫിനിഷൻ ഓഫ് പവർ, വെൽത്ത് ആൻഡ് പ്രസ്റ്റീജ്. ഈ പവറിൻ്റെയും വെൽത്തിൻ്റെയും പ്രസ്റ്റീജിൻ്റെയും ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് പവറാണ്. എന്താണ് പവർ? പവർ റെഫേഴ്സ് ടു ദ ഡിഗ്രി ടു വിച്ച് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ക്യാൻ impose their will on others and seek obedience from them in the absence of their consent. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിഗ്രി, അതായത് ഒന്നുകിൽ ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒരു ബഹുമാനമാണ്. ഈവൻ ആ വ്യക്തി ഒരു സ്ഥലത്തില്ലെങ്കിൽ കൂടിയും ആ വ്യക്തിയുടെ ഒരു പവർ, അതായത് ആ വ്യക്തിയുടെ ഒരു പൊസിഷൻ കൊണ്ട് ചിലപ്പോഴൊക്കെ കിട്ടുന്നതായിരിക്കാം. അതിനെയാണ് നമ്മൾ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് നൽകുന്ന ഒരു ബഹുമാനമാണ്. ഓഫ് പവർ ലെജിറ്റിമേറ്റ്, ഇറ്റ് ഈസ് കോൾഡ് അതോറിറ്റി. നിയമസാധ്യതയുള്ള അഥവാ നിയമപ്രകാരമുള്ള പവർ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് അതോറിറ്റി. വെൽത്ത് റെഫേഴ്സ് ടു മെറ്റീരിയൽ പൊസഷൻസ് സച്ച് ആസ് പ്രോപ്പർട്ടി, ലൈവ് സ്റ്റോക്ക്, ലാൻഡ്, ബിൽഡിംഗ്, മണി, ജ്വല്ലറി എക്സെട്ര. വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമ്പത്തുകൾ. അത് സമ്പത്ത് എന്ന് പറയുമ്പം നമ്മുടെ കയ്യിലുള്ള പണം, നമ്മൾക്കുള്ള എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും, പിന്നെന്താ ജ്വല്ലറി, അങ്ങനെ എല്ലാം ഉൾപ്പെട്ടാൽ അതിനെയാണ് നമ്മൾ വെൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് പ്രസ്റ്റീജ്? പ്രസ്റ്റീജ് റെഫേഴ്സ് ടു ദ ഓണർ ആൻഡ് റെസ്പെക്ട് ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സോഷ്യൽ പൊസിഷൻസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഓക്യുപ്പൈ. പ്രസ്റ്റീജ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പൊസിഷനാണ്. ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്ന സോഷ്യൽ പൊസിഷനെയാണ് നമ്മൾ പ്രസ്റ്റീജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇനീക്വാളിറ്റിയാണ്. എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും inequality? Social inequality is not only between group, is terms of amount of power, wealth and prestige their members possess. It is also between members of different sex and age groups. The inequality between men and women or between the different age group is not regarded as social stratification. അപ്പം ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസര സമത്വമില്ലായ്മ അഥവാ തുല്യതയില്ലാത്തൊരവസ്ഥയാണ് ഇനീക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഒരു പക്ഷേ സ്ത്രീ പുരുഷൻ എന്നുള്ള സ്ട്രാറ്റിഫിക്കേഷൻ നടത്താം. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അതെന്തല്ല, അതൊരിക്കലും ഒരു ഇനീക്വാളിറ്റി അല്ല. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി. പക്ഷേ നമുക്ക് പറയാം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇനീക്വാളിറ്റി തന്നെയാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് വിച്ച് ആർ ranked on above the other, usually with respect to the amount of power, wealth and prestige their members possess. അപ്പോൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഇനീക്വാളിറ്റി തന്നെയാണ്. എന്തുകൊണ്ടാണ്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ നമ്മൾ പറയുന്നത് ഒന്നുകിൽ ഒരു വ്യക്തിയുടെ ജോലിയുടെ അടിസ്ഥാനത്തിലുള്ള റാങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ വെൽത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള റാങ്കിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രസ്റ്റീജ്, അങ്ങനെ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അർത്ഥത്തിൽ നമുക്ക് പറയാം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? അതൊരു ടൈപ്പ് ഓഫ് സോഷ്യൽ ഇനീക്വാളിറ്റി തന്നെയാണ്. ഇനി യൂണിവേഴ്സാലിറ്റി ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. അതായത് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സർവ്വസാധാരണമാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോഷ്യോളജിസ്റ്റ് പോയിന്റ് ഔട്ട് ദി സിമ്പിൾ സൊസൈറ്റീസ് ഓഫ് ദ hunters and food gatherers usually do not have groups
വിച്ച് ആർ റാങ്ക്ഡ് വൺ എബവ് ആൻ അതർ. അതായത് പണ്ട് കടൽ നായാടിയിരുന്നും വേട്ടയാടിയിട്ടൊക്കെ നടന്നിരുന്ന മനുഷ്യന്മാർ, അവരുടെ ഇടയിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കാര്യമായ രീതിയിൽ ഉണ്ടായിരുന്നില്ല. അവരെങ്ങനെയായിരുന്നു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്തിയിരുന്നതെന്ന് വെച്ചാൽ ദ വെൽത്ത്, പ്രസ്റ്റീജ്, ലെവൽ ഓഫ് ഓൾ ക്ലാൻസ് ആർ ഈക്വലി പ്ലേസ്ഡ്. അവരുടെ ഇടയിൽ വെൽത്തോ പവറോ പ്രസ്റ്റീജോ ഒന്നും ഉണ്ടായിരുന്നില്ല, പകരം കുലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ കുലത്തിനും അവരുടേതായ തുല്യ പ്രാധാന്യവും ഉണ്ടായിരുന്നു. നോ റാങ്കിങ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം. അവരുടെ ഇടയിൽ എന്തുണ്ടായിരുന്നില്ല? ഒരു റാങ്കിങ് ഉണ്ടായിരുന്നില്ല. ഓൾ മെമ്പേഴ്സ് ഓഫ് ദീസ് കമ്മ്യൂണിറ്റീസ് ഹാവ് ഈക്വൽ ആക്സസ് ടു റിസോഴ്സസ്. ആസ് എ റിസൾട്ട് ദർ ആർ നോ ഓർ പുവർ പീപ്പിൾ എമംഗ് ദം. നമുക്കറിയാലേ, അന്നത്തെ കാലത്തെ ആളുകൾക്ക് എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് കിട്ടിയിരുന്നു അതവർ തുല്യമായി വീതിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ റിച്ച് പീപ്പിൾ, പുവർ പീപ്പിൾ എന്നുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വാട്ട് എവർ ഇനി എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം, ഇറ്റ് ഈസ് ദ ലെവൽ ഓഫ് സെക്സ് ആൻഡ് ഏജ് have more or less prestige in the different societies. അതായത് അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന ഏറ്റവും വലിയൊരു ഇനീക്വാളിറ്റി, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു ഇനീക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്നൊരു ഇനീക്വാളിറ്റി മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ്, സ്ത്രീകൾക്ക് പല സമൂഹത്തിലും പലതരത്തിലുള്ള പൊസിഷനാണ് നൽകുന്നത്. ചില സമൂഹത്തിൽ സ്ത്രീകൾ എങ്കിലും മിക്ക സമൂഹത്തിലും നേരെ തിരിച്ചാണ് സ്ഥിതി, അല്ലേ? ദി എൽഡേഴ്സ് മേ ബി റെസ്പെക്റ്റഡ്. പിന്നെന്താണ്, പ്രായമുള്ള ആളുകൾക്ക് കൂടുതൽ ബഹുമാനം കൊടുക്കുന്ന സൊസൈറ്റി ഉണ്ട്. ഓഫ് കോൺഫ്ലിക്റ്റ് മേ നോട്ട് ബി ബൈൻഡിങ് ഓൺ ദ ഇൻഡിവിജ്വൽസ് ഇൻവോൾവ്, യെറ്റ് ദേ ആർ റെസ്പെക്റ്റഡ് ആൻഡ് ഫോളോഡ്. ഫ്രം ദീസ് that all the social inequality may be found in all societies. Social stratifications may not be universal. അതായത് സോഷ്യൽ ഇക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സൊസൈറ്റിയിലും കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണ്, അല്ലേ? എല്ലാ സൊസൈറ്റിയിലും ഒന്നല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു സോഷ്യൽ ഇനീക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതായത് ഈ സാമൂഹികമായിട്ടുള്ള പാളിയാക്കൽ എന്ന് പറയുന്നത് സർവ്വസാധാരണമായ ഒന്നല്ല എന്ന് നമുക്ക് പറയാം. സാധാരണമായ ഒന്നാണോ? അല്ല. കാരണം പല സ്ഥലത്തും പല തരത്തിലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അടുത്തത് കാൾമാർക്സിൻ്റെ വ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ കാൾമാർക്സിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ കാൾമാർക്സിൻ്റെ വ്യൂസിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നാണ്. കാൾമാർക്സ് made a seminal contributions to the concept of social stratification. For him, stratification divides the society into two mutually opposed or contrary social categories, where one exploits the other. In his view, there are two main social groups in society. The first are those whom control the resources, technology, and valued goods. These things are collectively called means of production. The second is of these whom do not have any ownership or control over the things. They work for the members of the category whom control the resources and the services. അപ്പം അദ്ദേഹം ഇവിടെ നമ്മൾ കാൾമാർക്സിൻ്റെ വ്യൂവിലാണ് പറയുന്നത്. കാൾമാർക്സിൻ്റെ അഭിപ്രായത്തിൽ സൊസൈറ്റീനെ അദ്ദേഹം ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആളുകളെ ക്ലാസ് ആയിട്ട് തിരിച്ചപ്പം രണ്ട് ക്ലാസ് ഉള്ള ആളുകളാണുള്ളത്. ഒന്ന് ഭൂമി സ്വന്തമായിട്ടുള്ള ആളുകളും ഒന്ന് സ്വന്തമായിട്ടില്ലാത്ത ആളുകളും. ഭൂമി സ്വന്തമായിട്ടുള്ള ആളുകൾ ഇല്ലാത്ത ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു എന്നാണ് കാൾമാർക്സ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് ഈ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്നത്തെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നാണ് കാൾമാർക്സ് പറയുന്നത്. ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് എന്തായിരുന്നു, ലാൻഡ് കയ്യിലുള്ള ആളുകളും ലാൻഡ് കയ്യിൽ ഇല്ലാത്ത ആളുകളും, അങ്ങനെയുള്ള രണ്ട് ക്ലാസ്സുകളായിരുന്നു കാൾമാർക്സിൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ ലാൻഡ് കൈവശമുള്ള ആളുകൾ ലാൻഡ് ഇല്ലാത്ത ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഇനി അടുത്തത് വ്യൂസ് ഓഫ് മാക്സ് വെബറാണ്. മാക്സ് വെബറിൻ്റെ വ്യൂ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആഫ്റ്റർ മാക്സ് വെബർ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ടു ദ ഐഡിയ ഓൺ സ്ട്രാറ്റിഫിക്കേഷൻ. കാൾമാർക്സിന് ശേഷം വന്നിട്ടുള്ള അദ്ദേഹത്തിന് ഒരു വ്യക്തിയുടെ വ്യൂസാണ് മാക്സ് വെബറിൻ്റെത്. മാക്സ് വെബർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, while Marx thinks the principles the form of stratification is class, Weber believes besides class there is other two forms, namely status and power. കാൾമാർക്സ് ക്ലാസ്സിന് മാത്രമായിരുന്നു പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ കാൾമാർക്സിൻ്റെ ഐഡിയയിൽ ക്ലാസ്സുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, മാക്സ് വെബറിൻ്റെ അഭിപ്രായത്തിൽ സ്റ്റാറ്റസും പവറും കൂടി ഉണ്ടെന്നാണ് മാക്സ് വെബർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സ്റ്റാറ്റസ് എന്നാണ്. The term status implies social position.
സ്റ്റാറ്റസ് എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം സോഷ്യൽ പൊസിഷൻ എന്നാണ്, സമൂഹത്തിലെ ഒരു സ്ഥാനം. ഈച്ച് ഇൻഡിവിജ്വൽ ഒക്യുപ്പൈസ് എ സോഷ്യൽ പൊസിഷൻസ് ഇൻ എ സിറ്റുവേഷൻ ഓഫ് ഇൻ്ററാക്ഷൻ. ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ്റെ ഫലമായിട്ട് ഒരു സ്ഥാനം നേടിയെടുക്കുന്നുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഇൻഡിവിജ്വൽസ് ഓർ ഇൻഡിവിജ്വൽസ് വിത്ത് whom you interact, with respect to each social positions you play a role. This is you carry on the type of actions expected from or from you a given social position. So if status refers to a position, role refers to the behavior expected from the position. നമുക്ക് പറയാം എന്താണ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ. സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊസൈറ്റിയിൽ ഇൻ്ററാക്ട് ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരത്തെയാണ് നമ്മൾ എന്താണ് സ്റ്റാറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ലഭിക്കുന്ന ഒരു പൊസിഷൻ. ഇത് രണ്ട് തരത്തിലാണുള്ളത്. ഇതിന് മുൻപുള്ള ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും. എന്തായിരുന്നു അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്ന സ്റ്റാറ്റസ് അല്ലേ. അതായത് നമ്മൾ ഇന്ന കാസ്റ്റിൽ ജനിച്ചോ, ഇന്ന അച്ഛൻ്റെയും അമ്മയുടെയും മകനായി ജനിച്ചോ മകളായി ജനിച്ചോ, അതായത് ബൈ ബർത്ത് നമുക്ക് ലഭിക്കുന്നതാണ് അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. നമ്മൾ ജീവിതം കൊണ്ട് നേടിയെടുക്കുന്നതാണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? അപ്പം അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസും അച്ചീവ്ഡ് സ്റ്റാറ്റസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്നാണ്. എന്താണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? ദ കാസ്റ്റ് സിസ്റ്റം ഡിറൈവ്സ് ഇറ്റ്സ് ബേസിസ് ഫ്രം ഹിന്ദുയിസം. ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പം കാസ്റ്റ് സിസ്റ്റം ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഹിന്ദുയിസത്തിൽ നിന്നാണ്. The Hindu text Rigveda pronounced the different castes have emerged from the different parts of God's body. From his mouth emerged as Brahmins, from his arm Kshatriyas, from his thighs Vaishyas, from his feet came the Shudras. അപ്പം ഹിന്ദുവേദത്തിലെ ഒരു എന്താണ് ഋഗ്വേദം അല്ലേ. ഋഗ്വേദത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ശരീരത്തിൽ നിന്നുമാണ് മനുഷ്യൻ്റെ അതായത് വിവിധ രൂപങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വായിൽ നിന്നും ബ്രാഹ്മണന്മാരുണ്ടായി, കൈകളിൽ നിന്നും ക്ഷത്രിയന്മാർ, ചിന്തകളിൽ നിന്നും വൈശ്യന്മാരും കാൽപാദത്തിൽ നിന്നും ശൂദ്രന്മാരും ഉണ്ടായി എന്നായിരുന്നു കരുതിയിരുന്നത്. ഹിന്ദു സൊസൈറ്റി ദർഫോർ ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 സോഷ്യൽ കാറ്റഗറീസ്. അതുകൊണ്ട് തന്നെ ഹിന്ദു സൊസൈറ്റീനെ 4 കാറ്റഗറീസായി തിരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ പറഞ്ഞിരുന്ന പേരായിരുന്നു വർണ്ണ സിസ്റ്റം അല്ലേ. വർണ്ണ സിസ്റ്റം. ഇനി ദ ബ്രാഹ്മിൻസ് പെർഫോംസ് റിച്വൽസ്, ദേ റെഡ് ആൻഡ് കമൻറ്റ് അപ്പോൺ റിലീജിയസ് ടെക്സ്റ്റ്. അതായത് എന്തായിരുന്നു എന്ന് വെച്ചാൽ എപ്പോഴും പ്രാർത്ഥനകളിലും മന്ത്രങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു ബ്രാഹ്മണന്മാരെന്ന് പറയുന്നത്. ഇനി ക്ഷത്രിയന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധമായിരുന്നു ക്ഷത്രിയന്മാരുടെ പ്രധാനപ്പെട്ട കാര്യം. ദ ക്ഷത്രിയ ഈസ് വാരിയസ് കാസ്റ്റ്. The members of the caste protect the people against external attack. The Vaishya's specializations in trading. At the bottom of the hierarchy is placed the caste of Shudra, whom the main job to survive upper caste. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? ആളുകളെ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകളെ ബ്രാഹ്മിൻസിനെ എപ്പോഴും സർവീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ലോവർ കാസ്റ്റിലുള്ള ആളുകളുടെ ജോലി എന്ന് പറയുന്നത്. അതായത് ഈ ബ്രാഹ്മണന്മാർ എപ്പോഴും കൂടുതൽ പ്രിവിലേജ് നേടുകയും അവർക്ക് കൂടുതൽ റെസ്പെക്റ്റ് ഉണ്ടാവുകയും ഏറ്റവും താഴ്ന്ന രീതിയിലേക്ക് വരുമ്പോഴേക്കും ഈ ശൂദ്രന്മാർക്കൊക്കെ അവരുടെ ഒരു അടിമകൾ എന്നുള്ള രീതിയിലും ആയി മാറിയിരുന്നൊരു സിസ്റ്റം ആയിരുന്നു അല്ലേ. അതിനായിരുന്നു വർണ്ണ സിസ്റ്റം. അത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തൊക്കെയാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? കാസ്റ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പ്യൂരിറ്റി, അതായത് കാസ്റ്റ് സിസ്റ്റത്തിന് വളരെ പരിശുദ്ധതയുണ്ട്, അതായത് വിശുദ്ധിയുമുണ്ട്, അതേസമയം അത് മലിനീകരിക്കപ്പെട്ടതുമാണ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് മലിനീകരിക്കപ്പെട്ടതുമാണെന്ന് പറയുന്നത്? ആ കാസ്റ്റ് സിസ്റ്റത്തിലല്ലേ ഈ 4 തട്ടുകൾ വരുന്നത്, അതുകൊണ്ടാണ് അതിനെ അതേസമയം മലിനീകരിക്കപ്പെട്ടതുമാണെന്ന് പറയുന്നത്. ബിസൈഡ്സ് ഓക്യുപ്പേഷൻ, ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റൈൽ ഓഫ് ലിവിങ്. ജോലി കൂടാതെ ഓരോ ജാതിക്കും അവരുടേതായ ജീവിത രീതിയും ഉണ്ടായിരുന്നു. ഇൻ എ വില്ലേജ് എ പേഴ്സൺസ് കാസ്റ്റ് മേ ബി ഐഡൻറ്റിഫൈഡ് ബൈ ലുക്കിംഗ് അറ്റ് ഹിസ് ഡ്രസ് ആൻഡ് ജ്വല്ലറി, ഹൗസ് ടൈപ്പ്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ദ മാനർ ഓഫ് സ്പീക്കിംഗ്. ഒരു വില്ലേജിൽ നമുക്ക് പറയാം ഒരു പക്ഷേ ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവരുടെ ജ്വല്ലറി കണ്ടിട്ടോ, അവരുടെ വീട് കണ്ടിട്ടോ, അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ് കണ്ടിട്ട്, അല്ലെങ്കിൽ അവരെങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വില്ലേജിൽ എന്ത് ചെയ്യാൻ പറ്റും? ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദാറ്റ് ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഡയലക്റ്റ്
വിച്ച് മേ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം അതർ. നമുക്ക് പറയാം ഓരോ കാസ്റ്റിനും അവരുടേതായിട്ടുള്ള എന്തുണ്ട്, ഒരു ഉപഭാഷയുണ്ട്. അത് മറ്റുള്ള ഭാഷകളിൽ നിന്നും വ്യത്യാസപ്പെട്ടതാണ്. ഈച്ച് കാസ്റ്റ് ഫോളോസ് ദ റൂൾ ഓഫ് എൻഡോഗമി, ദാറ്റ് ഈസ് ദ മെമ്പേഴ്സ് മാരി വിത്തിൻ ദർ ഓൺ കാസ്റ്റ് ബട്ട് ദ മാരി ഔട്ട്സൈഡ് ദർ വില്ലേജ്. വില്ലേജ് എക്സോഗമി, ദാറ്റ് ഈസ് മാരിങ് ഔട്ട് അക്കമ്പനീസ് കാസ്റ്റ് എക്സോഗമി. അതായത് എൻഡോഗമി വില്ലേജും ഉണ്ട്, എൻഡോഗമി കാസ്റ്റിൻ്റെ ഉള്ളിലും ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരേ വില്ലേജിലുള്ള ആളെ കല്യാണം കഴിക്കുക, ഒരേ കാസ്റ്റിലുള്ള ആളെ കല്യാണം കഴിക്കുക. ഇനി എക്സോഗമിയും ഉണ്ട്, വ്യത്യസ്ത കാസ്റ്റിലുള്ള ആളെ കല്യാണം കഴിക്കുക, വ്യത്യസ്ത വില്ലേജിലുള്ള ആളെ കല്യാണം കഴിക്കുക. ഓക്കെ. ഇനി ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കൗൺസിൽ ലോക്കലി കോൾഡ് കാസ്റ്റ് പഞ്ചായത്ത് വിച്ച് ടേക്സ് അപ്പ് dispute and other matters pertaining to the caste. ഓരോ കാസ്റ്റിനും അവരുടേതായിട്ടുള്ളൊരു കാസ്റ്റ് കൗൺസിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ കാസ്റ്റ് കൗൺസിലിന് പറഞ്ഞിരുന്ന പേരായിരുന്നു കാസ്റ്റ് പഞ്ചായത്ത്. അതായത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പഞ്ചായത്ത്. ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കോംപ്ലക്സ് ഓഫ് ഗോഡ് ആൻഡ് ഗോഡഡ്നെസ്, റിച്വൽ കോംപ്ലക്സ് ആൻഡ് ഫോക്ലോർ. ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾക്കും അവരുടേതായ ദൈവവിശ്വാസവും ദൈവവിശ്വാസം ഇല്ലായ്മയും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്ത എന്താണ് കാസ്റ്റ്, എന്താണ് ക്ലാസ് എന്ന് നോക്കാം. കാസ്റ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ക്ലാസ്. കാസ്റ്റ് ക്ലാസ്സിൽ നിന്നും വ്യത്യാസമാണ്. എ ക്ലാസ് ഈസ് ഡിഫൈൻഡ് ഇൻ എക്കണോമിക് ടേംസ് വെറാസ് എ കാസ്റ്റ് ഈസ് അണ്ടർസ്റ്റാൻഡ് ആസ് എ ഹെറിഡിറ്ററി യൂണിറ്റ് ഡിഫൈൻഡ് ആസ് എ വേ ഓഫ് ലൈഫ്. കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനിതകമായി നമുക്ക് കിട്ടുന്നതും നമ്മുടെ ജീവിത ശൈലിയുമാണെങ്കിൽ, ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എക്കണോമിക്കലി ഉള്ള നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷനാണ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് കാസ്റ്റ് ഇൻ കണ്ടംപററി ഇന്ത്യ. ഇന്നത്തെ കാലത്ത് കാസ്റ്റിന് ഇന്ത്യയിൽ എന്തൊക്കെ പ്രാധാന്യമാണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മെനി സ്റ്റഡീസ് ഷോസ് ദാറ്റ് കാസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മാറ്റേഴ്സ് ഓഫ് മാരേജ്. എത്ര ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞാലും മാരേജിൻ്റെ കേസിൽ കാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അന്നും ഇന്നും എന്നും, അല്ലേ? ഇനി അടുത്ത എന്താണ്? കാസ്റ്റ് ഓൾസോ സ്പെസിഫൈസ് ദ റിച്വൽസ് പീപ്പിൾസ് പെർഫോമൻസ്. അതായത് കാസ്റ്റാണ് നമുക്കുള്ള ഒരു ജീവിത രീതി. ഒട്ടുമിക്ക ആളുകളും അവരുടെ കാസ്റ്റ് അഥവാ കമ്മ്യൂണിറ്റിയിൽ പറയുന്നതിനനുസരിച്ചുള്ളൊരു ജീവിത രീതിയിലായിരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. അസോസിയേഷൻസ് ആർ ഫോംഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്. ഇപ്പോൾ ഒരുപാട് അസോസിയേഷൻസ് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഒട്ടുമിക്ക അസോസിയേഷൻസും വരുന്നത് കാസ്റ്റിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. ദ കാസ്റ്റ് അസോസിയേഷൻസ് മേ എസ്റ്റാബ്ലിഷ് ബാങ്ക്, സ്കൂൾസ്, കോളേജസ്, റെസ്റ്റ് ഹൗസ് ആൻഡ് ഹോസ്പിറ്റൽസ് ഇൻ ദ നെയിം ഓഫ് ദർ കാസ്റ്റ്. ചിലപ്പോൾ ഈ കാസ്റ്റ് അസോസിയേഷനുകാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സ്കൂളുകൾ, ബാങ്കുകൾ, കോളേജുകൾ, റെസ്റ്റ് ഹൗസ്, ഹോസ്പിറ്റൽസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ കാസ്റ്റിൻ്റെ പേരിൽ. ഓക്കെ. അടുത്ത് നമുക്ക് എന്ത് പറയാം? In the field of politics, caste is a significant factor in the case of mobilizing vote. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷനിൽ വോട്ട് നേടുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കുന്നുണ്ട്, അല്ലേ? വോട്ട് ബാങ്ക്. അതായത് ഒരു പർട്ടിക്കുലർ കാസ്റ്റിൽപ്പെട്ട ആൾ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ കാസ്റ്റിൽ വരുന്ന ആളുകളൊക്കെ അയാൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസി, അതിനെയാണ് വോട്ട് ബാങ്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് കാസ്റ്റ് ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഒരു ചാപ്റ്റർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.